45 ദിവസം ചേച്ചിയും പിന്നെ സാരഥിയായ ഫുൾ ടൈം നിന്ന് ഇവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുക. പ്രത്യേകിച്ച് ക്യാൻസറൊക്കെ ആകുമ്പോഴത്തേക്കും സാർക്ക് വേണം. പിന്നെ സാറ് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും ചൂടുവെള്ളം തയ്യാറാക്കി വെക്കണം. അങ്ങനെ സാറിന് ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഉപ്മാവ്, വെള്ളം, അതൊക്കെ. അത് മാത്രം ആ ഒരു പ്രസംഗിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, വടിവൊത്ത ഡ്രസ്സുകൾ വേണമല്ലോ. ജുബയാണ് സാർ മെയിനായിട്ട് ഇടുക അല്ലേ? എല്ലാം കൊടുത്തു. പിന്നെ അധികവും യാത്രയിലായിരിക്കും പ്രസംഗം. ഞാൻ ചോദിച്ചു, ഞാൻ സാരഥിയോട് ഒരിടത്ത് ചോദിച്ചപ്പോൾ അങ്ങ് എറണാകുളത്തായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു, അവിടെയായിരുന്നു, ഇവിടെയായിരുന്നു, നല്ല ദൂരത്തൊക്കെ യാത്ര ചെയ്യും. പ്രസംഗവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. എന്താ അത്രയും നല്ല ഒരു വ്യക്തിത്വങ്ങൾ നമുക്ക് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടില്ല. ഇങ്ങനെ ഒരു പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി പ്രാസംഗിക കേരളത്തിൽ ഇല്ലാതാണ്. പിന്നെ നല്ലൊരു പ്രസംഗവും എല്ലാവരും ചിരിയിലായ ചിരി കൊണ്ട് എല്ലാവരും പ്രസംഗത്തിലൂടെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന ഒരു തന്നെയാണ്. അതെ അതെ അതെ, ഓരോ വാക്കുകളുടെ സ്ഫുടതയും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് പ്രസംഗിക്കാനൊക്കെ കഴിവുള്ള നല്ലൊരു വ്യക്തിയാണ്. അതെ അതെ. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു, എയ്ഡ്സ് രോഗികൾക്കുള്ള ഭക്ഷണം, സുനിൽജിയുടെ ആശ്രമത്തിൽ എയ്ഡ്സ് രോഗികൾക്കുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുക, അങ്ങനെ മറ്റു പല കാര്യങ്ങളും സാർ ഈ തിരക്കിനിടയിലും നോക്കാറുണ്ട് അല്ലേ?